ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രൈവ് ആൻഡ് ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ബീഫ് ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനൊരു 250 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കുക്കറിലൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്താണ്. അപ്പോൾ ബീഫ് വേവിച്ചെടുക്കുമ്പോൾ ഒരുപാടൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒരു 1/4 ഭാഗത്തോളം വേവിച്ചാൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു 6 വലിയ വറ്റൽമുളകാണ്. അപ്പോൾ ഈ ഒരു ചമ്മന്തിപ്പൊടി എന്ന് പറയുന്നത് കുറച്ച് സ്പൈസിയാണ്, അപ്പോൾ എരിവൊക്കെ അതിനനുസരിച്ച് എടുക്കാം. ഇനി നമുക്കിതൊരു പാനിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പം ഏകദേശം കളറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതൊന്ന് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമ്മളിതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ്. അപ്പോൾ അതും ഏകദേശം ഒരു പിടി തന്നെ മതിയാവും. എന്നിട്ട് നന്നായിട്ട് അതും വറുത്തെടുക്കുക. വറുത്തെടുത്തതിന് ശേഷം രണ്ടും കൂടി നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ വറ്റൽമുളകും കുരുമുളകും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതൊന്ന് തണുത്ത് വരട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് ബീഫ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ബീഫ് ഏകദേശം നമ്മൾ കുക്കറിൽ വേവിച്ച ടൈമിൽ 1/4 ഭാഗത്തോളം വേവിച്ചതാണ്. പിന്നെ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ബാക്കിയും കൂടി റെഡി ആയിക്കോളും. പിന്നെ അടിയിലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ മാറ്റിയതിന് ശേഷം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാൻ. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. നമ്മൾ വറുത്ത് വെച്ച ബീഫിൻ്റെ കഷ്ണങ്ങൾ നമുക്കിനി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ചേർക്കുന്ന ടൈമിൽ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വെള്ളമയോ എല്ലാം മാറ്റിയിട്ട് വേണം അടിച്ചെടുക്കാൻ. ഇനി നമുക്ക് 2 ട്രിപ്പായിട്ട് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ഒരുപാട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് ഇട്ടതിന് ശേഷം ഇതുപോലെ അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ 2 ട്രിപ്പായിട്ട് തന്നെ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ബീഫ് വറുത്ത പാനിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ ബീഫിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇത് ചെയ്തെടുക്കുന്ന ടൈമിൽ കുറച്ചധികം ടൈം തന്നെ എടുത്തിട്ട് വേണം വരട്ടിയെടുക്കാൻ. നന്നായിട്ട് ക്രിസ്പിയായി കിട്ടണം. അപ്പോൾ നമ്മൾ കുറച്ച് അധികം ദിവസം എടുത്ത് വയ്ക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ബീഫെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്രിസ്പി ആയിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തില്ലായിരുന്നു. നമ്മൾ ബീഫ് വേവിച്ച ടൈമിൽ നന്നായിട്ട് ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ അത്രേ ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ എടുത്ത് വെക്കണമെങ്കിലും കേടുകൂടാതെയൊക്കെ എടുത്ത് വെക്കാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.